അടുത്ത ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ 50 mm ഡയമീറ്റർ റെസ്റ്റിംഗ് സെൻട്രലി ഓൺ എ ക്യൂബ് ഓഫ് സൈഡ് 30 mm. ഇവിടെ ക്യൂബിൻ്റെ മുകളിലൊരു സ്പിയർ, ഓക്കെ, സ്പിയറിൻ്റെ മുകളിൽ ക്യൂബല്ല, ഇതാണ് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത, പക്ഷേ ഇത് വളരെ കുറവാണ്. കാരണം ഇത് വായിച്ചപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. ഇനി ഇതുപോലെയല്ല, സ്പിയർ ചെറുതല്ല, സ്പിയർ വലുതാണ്, ക്യൂബിനേക്കാൾ വലുതാണ്. ക്യൂബിൻ്റെ സൈഡ് 30 ഉള്ളൂ, സ്പിയറിൻ്റെ റേഡിയസ് അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ, ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ വരുന്നത്. അപ്പോൾ അത് ഡാഷ് ലൈൻ യൂസ് വരയ്ക്കണം. ഓക്കെ, ബട്ട് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ തന്നെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറ്റും. അതിന് ഫുൾ മാർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഈ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനിൽ ഡാഷ് ലൈൻ വരച്ചില്ലെങ്കിൽ അതൊരു മിസ്റ്റേക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ആൻസറിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ സ്ക്വയറിൻ്റെ സൈഡ് 30 ഡയമീറ്റർ 50, റേഡിയസ് 25 ആയതുകൊണ്ട് സ്ക്വയർ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത്, അതുകൊണ്ട് ഡാഷ് ലൈൻ യൂസ് വരയ്ക്കണം. ഹൈറ്റും 30 ആണ്. ഈ ഫ്രണ്ട് വ്യൂ ക്യൂബിൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്പിയറിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്ന് 25 mm റേഡിയസിൽ ഇവിടത്തേക്ക് 25, അതായത് ഈ പോയിന്റിന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 25 എടുത്തിട്ട് 25 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ. ഇതിന് 4 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വരച്ചില്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഇവിടെ കുറേ പേർക്ക് ഐസോമെട്രിക് വ്യൂ വരച്ചിട്ടുണ്ടാവും. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരെ വ്യൂ വരച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഡ്രാഫ്റ്റ് സ്കീമിലില്ല, ഫൈനൽ സ്കീമിൽ വരുമായിരിക്കും. അടുത്ത സ്റ്റേജിൽ ഫസ്റ്റ് ഈ പുറത്തുള്ള സർക്കിളിന് ബോക്സ് ചെയ്തിട്ട് റോംബസൊക്കെ വരയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും സ്പിയറിൻ്റെ സർക്കിളിനെ ബോക്സ് ചെയ്യാൻ പാടില്ല, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല. കാരണം സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂവും പ്രൊജക്ഷനും ഒക്കെ സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ 1 2 3 4 ആണ്. ഈ 1 2 3 4ൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. അപ്പോൾ 1ഉം 2ഉം 1ഉം 4ഉം ഒക്കെ എക്സും വൈയും ആണ്. സെറ്റ് വെർട്ടിക്കലായിട്ട് ഇവിടെയാണ് കാണുന്നത്. ഒരു സൗണ്ട് തിൻ ലൈൻ വരച്ച് 1 മാർക്ക് ചെയ്യുക. 1ലൂടെ 30 ഡിഗ്രിയിൽ ലൈൻസ് വരയ്ക്കുക 2 ഡയറക്ഷനോട്ടേക്കും. അതിലേക്ക് 1 2ഉം 1 4ഉം മാർക്ക് ചെയ്യുക. 1 2ഉം 1 4ഉം മാർക്ക് ചെയ്യുമ്പോൾ അത് 30 എടുക്കരുത്. 30 × 0.816 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ആ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ 15 ഡിഗ്രി 45 ഡിഗ്രി ലൈൻ വരയ്ക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് 30യിൽ നിന്ന് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 30യിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. ഈ ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ആക്യുറസിക്ക് കുറവാണെങ്കിൽ ഇതെടുക്കാതെ 30 × 0.816 ചെയ്ത് നോക്കുക. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി സെയിം കിട്ടുന്നുണ്ട് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്ററിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ആ ഡിസ്റ്റൻസിൽ ഈ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ആ സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്തിട്ട് ഈ അടുത്ത പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. കാരണം വിസിബിൾ അല്ലാത്ത ബോട്ടം പോർഷനാണ്, അതുകൊണ്ട് ഇവിടെ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ഇത് ജോയിൻ ചെയ്യുക. ഇനി ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് കൊടുക്കുമ്പോൾ Z ആണ്. Z വെർട്ടിക്കൽ ലൈനാണ്. ഈ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഇത് 30 എടുത്ത് പോകരുത്. 30 എടുക്കുന്നത് ഐസോമെട്രിക് വ്യൂവിലാണ്, ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. അതുകൊണ്ട് ഈ കൺവേർട്ട് ചെയ്ത ഈ ലെങ്ത് തന്നെ ഇവിടെയും എടുക്കണം. ഓക്കെ, ആ ഹൈറ്റിൽ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ട് ടോപ്പിലത്തെ റോംബസ് കംപ്ലീറ്റ് ചെയ്യുക. 1 2 3 4 തന്നെ ടോപ്പിൽ ഞാൻ കൊടുത്തിരിക്കുകയാണ്. 1 2 3 4 കിട്ടി. അത് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, കാരണം ഈ സ്പിയർ വന്നതിന് ശേഷം, ഈ സ്പിയറിൻ്റെ സർക്കിൾ വന്നതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പോർഷൻസ് വരും. ഓക്കെ, അപ്പോൾ അത് ഡാഷ് ലൈൻ വെച്ച് വരയ്ക്കണം. അപ്പോൾ ഇപ്പോഴേ വരച്ച് കഴിഞ്ഞാൽ അത് ഇറേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഞാനിനി കാണാൻ പോകുന്നത് സ്പിയറിൻ്റെ സെൻറ്ററാണ്. സ്പിയറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 25 mm ആണ്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ, ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ ടോപ്പ് സർഫസിലെ സെൻറ്ററാണ്. അത് ആക്സസിൻ്റെ പോയിൻ്റാണ്. അതായത് ഈ ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ പോയിൻ്റാണ്. ഓക്കെ, അതായത് ഈ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 25 എടുക്കരുത്. 25 × 0.816 ആണ് എടുക്കേണ്ടത്. 25 × 0.816 അതാണ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തത് കാണുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഈ ടോപ്പിൽ കാണുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിലാണ് സെൻറ്റർ സി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. 25 എടുക്കേണ്ടത് ഐസോമെട്രിക് വ്യൂവിലാണ്, ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഓക്കെ, എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന ഡിസ്റ്റൻസിലെല്ലാം ആർക്ക് വരയ്ക്കേണ്ടത്. അത് 25 × 0.816 20.4 മറ്റോ കിട്ടും. ഓക്കെ, ഈ ഡിസ്റ്റൻസിലെല്ലാം ആർക്ക് വരയ്ക്കേണ്ടത്, അതായത് ഈ ഡിസ്റ്റൻസിലെല്ലാം ആർക്ക് വരയ്ക്കേണ്ടത് 25ൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ 25ൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റിന് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിലാണ് സർക്കിൾ വരിക. ഇതാണ് ഇതിൻ്റെ ആൻസർ.
ഇനി ബാക്കി വരുന്ന ഈ പോർഷൻസ് ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും, ഇതും ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും. ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ പോർഷൻസ് ഡാഷ് ലൈൻ ആയിരിക്കും, ഇതും ഡാഷ് ലൈൻ ആയിരിക്കും. ഇനി ബാക്കിയുള്ളതൊക്കെ എത്തിക്കൽ ലൈൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് വിസിബിളാണ്, വിസിബിളാണ്, വിസിബിൾ, വിസിബിൾ, ഇതാണ് ഡാഷ് ലൈൻ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ആൻസർ കീ നേരത്തെ പോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് 4 to 5 മാർക്സ് ആണ് യൂഷ്വലി കൊടുക്കാറ്. ഇവിടെ ഡ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത് 4 മാർക്സ് ആണ്, ഇത് ഫൈനലല്ല. ഐസോമെട്രിക് സ്കെയിൽ ഇതിന് 3 മാർക്സ്, ഇത് 2 to 3 മാർക്സ് ആണ് യൂഷ്വലി കാണാറുള്ളത്. പ്രൊജക്ഷൻ ഓഫ് സ്ലാബിന്, അതായത് സ്ലാബ് അല്ല ഇവിടെ, സ്ലാബ് എന്നതിൽ കാണുന്നത് സ്ലാബ് അല്ല, ഇവിടെ ക്യൂബാണ്. ക്യൂബിന് 4 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ക്യൂബ് വരയ്ക്കാൻ എളുപ്പമുള്ളത് കൊണ്ടായിരിക്കാം 4 മാർക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും മാറ്റം വരാൻ സാധ്യമൊന്നുമില്ല. ക്യൂബ് എളുപ്പമാണ് വരയ്ക്കാൻ, ഇതിൽ ടഫായിട്ട് വരയ്ക്കാനുള്ളത് ഈ സ്പിയറാണ്. അപ്പോൾ അതിന് മാർക്ക് കൂടുതൽ കൊടുക്കണം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്പിയറിന് 7 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 മാർക്സ് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ. ഞാൻ കൊടുത്തിരിക്കുന്ന സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നത് ആണ് നല്ലത്. ഞാൻ യൂഷ്വലി ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാറുണ്ട്. സമയം ഒട്ടും ഇല്ലെങ്കിൽ മാത്രം ഇത്തരം ക്വസ്റ്റ്യനിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ വരയ്ക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ മുകളിലത്തെ 2 ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് ഇത് വരയ്ക്കുക. ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഐസോമെട്രിക് സ്കെയിലിൻ്റെ മിസ്റ്റേക്കോ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ മിസ്റ്റേക്കോ എന്തുകൊണ്ട് ഇത് വരച്ചതൊക്കെ മൊത്തം തെറ്റിപ്പോയി. ബട്ട് ആ കുട്ടി ഈ സിമ്പിൾ പൊസിഷൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ കുട്ടിക്ക് 0 അല്ലെങ്കിൽ ഈ സ്കെയിൽ കറക്റ്റാണെങ്കിൽ 0 + 3 മാർക്സ് ആണ് കിട്ടുക. ഇനി അതല്ല, ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നതിന് മുമ്പേ ഓർത്തോഗ്രാഫിക് വരച്ചിട്ടുണ്ടെങ്കിൽ 4 + 3 7 മാർക്സ് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇത് വരയ്ക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ മാക്സിമം ഇത് വരച്ചിട്ട് തന്നെ ചെയ്യാം. ഈ പ്രാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്തെന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട്.